ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ തൻ്റെ മകനെ കെട്ടിത്തൂക്കിയിട്ടുള്ള കാഴ്ച പെൺമക്കളെ കാണിച്ചു കൊടുക്കുകയാണ്. അവരൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛനും മക്കളെ 3 പെൺമക്കളെയും കെട്ടിപ്പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ എൻ്റെ പെൺമക്കളെ ഒന്നും ചെയ്യരുതെന്ന്, അതുകൊണ്ടല്ലടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശൻ 3 പെൺമക്കളെയുമായിട്ട് ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അങ്ങനെ പുറത്തേക്ക് കാലിങ്ങനെ ഇട്ട് പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് 4 പേരും. അങ്ങനെ ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പം പ്രകാശൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, ഇപ്പോൾ മക്കളെ, ഇവൻ പുറത്ത് ഇറങ്ങി, ജയിലിൽ നിന്ന് ഇവൻ പരോളിൽ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ വല്ലാത്തൊരു പേടിയോ ഭയോ എന്തൊക്കെയോ എൻ്റെ മനസ്സിലിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. മക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ എന്തായാലും അവനെ ഞാനൊന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. അവനെ കണ്ട് സംസാരിക്കാൻ, അവൻ്റെ മനസ്സിൽ ഉള്ളൊരു ദുഷ്ട ചിന്തകൾ മാറ്റിയെടുത്ത് നല്ലവനാക്കി കൊണ്ടുവരാൻ അവസാന ശ്രമം എന്ന രീതിയിൽ ഞാൻ നോക്കിയതാണ്. പക്ഷേ അവൻ അതിനൊന്നും, എൻ്റെ മകനല്ലേ, അവൻ കൂട്ടാക്കിയില്ല, അവൻ കേട്ടില്ല അതൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ എന്തായാലും അവൻ്റെ വീട് കണ്ടുപിടിച്ച്, അന്ന് ഞാൻ മോളോട് വിളിച്ച് പറഞ്ഞില്ലേ ഞാൻ സായാഹ്നത്തിലാണ് ഇന്ന് തങ്ങുന്നതെന്ന്, അന്ന് തന്നെയാണ് അപ്പം തന്നെയാണ് ഇവൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നത്. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശൻ ഇരുട്ടത്ത് ആ ഗേറ്റ് പതുക്കെ തുറന്ന് അകത്തേക്ക് കടക്കുകയാണ്. അകത്ത് കടന്നിട്ട് അകത്താണെങ്കിൽ അപ്പം അങ്ങനെ അവിടെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കർട്ടൻ മാറ്റി പതുക്കെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കള്ള് കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരങ്ങനെ എല്ലാവരും ചേർന്ന് കള്ള് കുടിക്കുന്നു. അതിനുശേഷം പ്രകാശൻ അവിടെ നിന്നും മുകളിലോട്ട് പതുക്കെ പോവുകയാണ്. അങ്ങനെ കിച്ചൺ വഴി അകത്തേക്ക് കടക്കുന്നുണ്ട്. കിച്ചൻ്റെ വാതിൽ തുറന്നെടുക്കായിരുന്നു. അങ്ങനെ അകത്തേക്ക് കടക്കുകയാണ്. പ്രകാശൻ ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എന്തായാലും അവളെ ഞാൻ കൊല്ലും, ആ കല്യാണിയെ. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തോക്കാണുള്ളത്, ദേ കണ്ട തോക്ക്, ഇതുകൊണ്ട് ഞാൻ അവളുടെ ജീവൻ എടുക്കും എന്ന് പറയുന്നുണ്ട്. ആദ്യം കല്യാണി, അതിനുശേഷം കിരൺ, അതിനുശേഷം പിന്നെ കാർത്തിക, ഇങ്ങനെ 3 പേരെയും ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, നീ എന്തായാലും ഇതിന് പോയി കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം നിന്റെ കയ്യിൽ തോക്കാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളൊക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാണ്, എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നതാണ്. ആ പ്രകാശമുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അയാൾക്ക്. പക്ഷെ ഇപ്പോൾ ഒട്ടും പ്രകാശമില്ല. ഇപ്പോൾ എൻ്റെ പെൺമക്കളുടെ ഒപ്പമാണ് താമസിക്കുന്നത്, അയാളുടെ പെൺമക്കളുടെ ഒപ്പമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അയാൾ കരയണം. ഈ പെൺമക്കൾ മരിച്ചു കിടക്കണ കാണുമ്പോൾ അയാൾ പൊട്ടി കരയണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ അമ്മൂമ്മ എന്ന് പറയുന്ന സ്ത്രീയും, അവരും കരയണം, എല്ലാവരും കരയണം എന്ന് പറയുകയാണ്. പിന്നെ എൻ്റെ മറ്റൊരു പെങ്ങളുണ്ട് കാദംബരി, അവളെ ഞാനൊന്നും ചെയ്യുന്നില്ല, അവളങ്ങനെ പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവരെ 3 പേരെയും ഇല്ലാതാക്കിയ ശേഷം എനിക്ക് കൊലക്കയറ് കിട്ടിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം അങ്ങനെ വിളിച്ച് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് പ്രകാശൻ അങ്ങനെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവർ അതായത് രാവിലെ ഇവർ നല്ല ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന കാഴ്ച. രാവിലെ സൂര്യൻ ഉദിച്ചു. അങ്ങനെ ആ സമയത്ത് അതിലൊരുത്തൻ തട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അയ്യോ, നേരം വെളുത്തോ, ഡാ എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞ് മറ്റൊരുത്തിനെയും വിളിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെയും തട്ടി വിളിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടാ, കുറച്ച് നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് തിരിഞ്ഞങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവനെയും തട്ടി വിളിച്ചിട്ട് അപ്പോൾ അവനങ്ങനെ അയ്യോ നേരം വെളുത്തോ എന്ന് ചോദിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മളെപ്പോഴാണ് ഇന്നലെ ഉറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ പോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാടാ എന്ന് മറുപടി പറയുന്നുണ്ട്. അതെ, എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു കട്ടൻ ഇടറ, നമുക്ക് എല്ലാവർക്കും കുടിച്ചിട്ട് പോകാടാ എന്ന് പറയുമ്പോൾ കട്ടൻ ശരിയാവില്ല, ഞങ്ങൾക്ക് എന്തായാലും കളർ വെള്ളം കുറച്ച് കുടിക്കണം, എന്നാലേ ഈ തലവേദന മാറുകയുള്ളൂ, അപ്പം ഞാൻ കുടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞാൽ അവർ കൂട്ടുകാരന്മാർ അവിടെ നിന്നും ഇതുപോലത്തെ ഒരു ബോട്ടിൽ വൈകിട്ട് ഒപ്പിച്ചിട്ട് കൊണ്ടുവരാടാ എന്നും പറഞ്ഞാൽ അവർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ കുളിച്ചൊരുങ്ങിയിട്ട് മുടിയൊക്കെ ചീകുന്ന ഭാഗമാണ് കാണുന്നത്. അതായത് നമ്മുടെ കല്യാണിയെ ഗ്രൗണ്ടിലേക്ക് പോയിരിക്കാനുള്ള കല്യാണി, അപ്പോൾ അവിടെ വെച്ച് തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഈരി നിൽക്കുകയാണ്. അതിന് ശേഷം
തോക്കെടുത്തിട്ട് അവൻ അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ അവളുടെ നെറ്റിയിൽ ചേർത്ത് വെച്ച് അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കടക്കാൻ വാതിൽ തുറക്കാൻ വേണ്ടി അവൻ അങ്ങനെ കടക്കുകയാണ്. അപ്പോഴാണ് പ്രകാശൻ വരുന്നത്. പ്രകാശൻ ബാക്കിൽ വലിയൊരു ഇരുമ്പ് വടി ഒളിപ്പിച്ചുകൊണ്ട് അവൻ്റെ പുറകിലൂടെ വന്നിട്ട് അവൻ്റെ തലയ്ക്ക് ഒറ്റയടി അടിക്കുകയാണ്. അപ്പോൾ അവൻ അടിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിയും കൂടി അടിക്കും. 2 അടിയിലാണ് അവൻ താഴെ വീഴുന്നത്. അവൻ്റെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വരികയും അവൻ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ ആ ഒരു കാര്യം പറയുമ്പോൾ പെൺമക്കൾ വീണ്ടും പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ വെറുതെ ഇരുന്നില്ല, ഞാൻ ആ വടിയും പിടിച്ച് ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു, അവന് ബോധം തെളിയുന്നത് വരും എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങനെ തുടർന്ന് പറയുകയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ ഇരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ അവൻ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് അവനെ ഫുള്ളും കയറുകൊണ്ട് ചുറ്റി കാലൊക്കെ കെട്ടുകയും കൈയൊക്കെ പിന്നിലോട്ട് വലിച്ചു കെട്ടി അവന് നല്ല രീതിയിൽ ചുറ്റി വരിഞ്ഞ് മുറുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് ബോധം വരുന്ന സമയത്ത് അവന് നോക്കുമ്പോൾ പ്രകാശനിരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ചാടി എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. എടോ താൻ എന്താടോ ചെയ്തത്, വിടടോ എന്നെ, കെട്ടഴിച്ച് വിടറോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രത്തിനോട് പ്രകാശൻ പറയുന്നുണ്ട്, വിടാം മക്കളെ വിടാം, ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിനക്ക് തോക്ക് വേണ്ടി ദേ കിടക്കുന്നു തോക്ക്. അപ്പോൾ അവൻ്റെ തലയുടെ ഭാഗത്ത് തന്നെ തോക്ക് അങ്ങനെ കിടക്കുന്നുണ്ട്. അവനങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വായ കൊണ്ട് ആ തോക്ക് കടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് വിക്രം. പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ പ്രകാശൻ ചോദിക്കും, എന്താ മക്കളെ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുകയാണ്, മക്കളെ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുകയായിരുന്നു. നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയെന്ന് ഞാൻ ആലോചിക്കുക. വളരെ ചെറുപ്പത്തിലും നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുള്ളതല്ലേ. നിനക്ക് വിദ്യാഭ്യാസമായാലും ഭക്ഷണമായാലും എന്തായാലും നിനക്ക് തന്നെയല്ലേ ഞാൻ തന്നിട്ടുള്ളത് കൂടുതലും. ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവൾക്ക് ഞാൻ ശരിയായി ഭക്ഷണം കൊടുത്തിട്ടില്ല. അവളെ 3ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അവളുടെ പാഠപുസ്തകങ്ങൾ എൻ്റെ അമ്മയാണ് തീയിലിട്ട് കത്തിച്ചത്. അങ്ങനെയൊക്കെയാണ് അവളെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിനക്ക് ഓർമ്മയുണ്ടോ മക്കളെ, നിൻ്റെ പേരിടൽ ചടങ്ങ് എവിടെ ഓർക്കാനാണ്, നീ അന്ന് കുഞ്ഞല്ലേ. ആ സമയത്ത് നിന്നേക്ക് ഒരുപാട് സ്നേഹത്തിൽ നിന്നേക്ക് നല്ല രീതിയിൽ വളർത്തിയ, നിനക്ക് ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചിക്കൻ ഓടും, എന്നിട്ട് അത് കൊണ്ടുവരും. നിനക്ക് ഇത് വേണമെന്ന് പറയുമ്പോൾ, എന്താണ് നിനക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ ബീഫ് വേണം, എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയുമെങ്കിൽ അത് അപ്പത്തിന് ഞാൻ ഓടി കൊണ്ട് നിനക്ക് ഉണ്ടാക്കി തരും. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. ഞാൻ എവിടുന്നെങ്കിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ചെന്നിട്ട് ഞാൻ നിനക്കൊക്കെ ചെയ്തു തരുമായിരുന്നു. അങ്ങനത്തെ നീയാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ പോട്ടെ, നിന്നെ സ്നേഹിച്ചിരുന്ന നിൻ്റെ അമ്മയില്ലേ ദീപ, അതായത് എൻ്റെ ഭാര്യ, അവളുണ്ടല്ലോ, അവൾ നിന്നെ എന്തോരം സ്നേഹിച്ചതാണ്. അവളുടെ മരണസമയത്ത് നീയേ അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ നീ വന്നോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് കാർത്തിക, അവളെയും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവളെ പ്രസവിച്ച ഉടനെ തന്നെ ഓടയിലും അവളെ അമ്മയെ ഉപേക്ഷിച്ച്, അവളെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാനും എൻ്റെ അമ്മയും കൂടി അവിടെ നിന്ന് പോകുന്നത്. ഒക്കെ ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്കാണ് എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്കാണ് തന്നത് എന്നിങ്ങനെയൊക്കെ നമ്മുടെ പ്രകാശം പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, നിർത്തടോ തൻ്റെ പ്രസംഗം, താൻ എന്നെ അഴിച്ചുവിടടോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശൻ അവളുടെ കരണക്കുറ്റി നോക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.